സ്വന്തം സഹജീവികളോട് കണ്ണടയ്ക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്കത് സാധിക്കില്ല. ഇനി അതിൻ്റെ പേരിൽ പുതിയ ലോകത്തിന് സ്യൂട്ട് അല്ലെങ്കിൽ ഞാൻ അതിൽ അഭിമാനിക്കുകയുള്ളൂ. ഓക്കെ മിസ്റ്റർ വരുൺ, നമുക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഷുവർ സർ. അടുത്ത ദിവസം ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാലേ ദേ ഇവക്ക് ചിലപ്പോ നിലത്തുകൂടിയുള്ള സഞ്ചാരം പോലും ഉണ്ടാവില്ല. വിമാനത്തിൽ നിന്നും വിമാനത്തിലേക്കുള്ള പോക്കായിരിക്കും. ഇപ്പൊ തന്നെ ഹിന്ദിയിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു ഭാഷയെന്ന് എന്താ മോളെ? ഭോജ്പുരി. ആ പൂരി. അങ്ങനെ മൊത്തം പറഞ്ഞാലേ ദേ ഇന്ത്യ രാജ്യം മുഴുവൻ ഇവിടെ അങ്ങ് നോട്ടം വെച്ചിരിക്കുക. ഞങ്ങള് പ്രിയങ്കയുടെ ബന്ധുവാണ്, അച്ഛനും അമ്മയുമാണ്. ഞാൻ അവളെ ചേർത്ത് പിടിച്ചോണ്ട് നടന്ന ചേച്ചിയാണെന്നൊക്കെ പറഞ്ഞോണ്ട് ചിലപ്പോ ചിലർക്കൊക്കെ കൊതി വന്നേക്കും. പക്ഷേ ഈ നിൽക്കുന്നവരിൽ ആരെങ്കിലും ആരോടെങ്കിലും അങ്ങനെയെങ്ങാനും പറഞ്ഞാൽ നോവ് ഞാൻ പിഴുതെടുക്കും. ഞങ്ങൾക്കിനി ഇങ്ങനെ ഒരു ബന്ധുക്കളില്ല. ഇവിടെ ഇനി എന്ത് വിശേഷം നടന്നാലും ഞങ്ങളെ തിരക്കി വരണ്ട. അതിനി ആര് ചത്താലും വേണ്ട, ജീവിച്ചാലും വേണ്ട. മനസ്സിലായല്ലോ? സിനിമയിൽ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് സഞ്ചരിക്കുന്നതിനിടയിലെ ഒരുപക്ഷെ നമുക്കിനി കാണാൻ പറ്റില്ല എന്ന് വരും. അതുകൊണ്ടാ അവസാനമായിട്ട് എല്ലാരും ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതിയത്. പിന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയില് അവള് ആറ്റുവാശ്ശേരിയില് വളർന്നതാണെന്നോ കുഞ്ഞുനാള് മുതല് അവള് വലിയ കഴിവുള്ളവളാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്ക്. ജീവിച്ചു പോട്ടെ. എങ്കി പിന്നെ നമുക്ക് ഇറങ്ങാടി മോളെ. ഇനി നമ്മൾ ചെന്നിട്ട് നടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എന്താ മോളെ അത്? പ്രസ് കോൺഫറൻസ്. അവിടെ ആളുകൾ ഞങ്ങളെയും കാത്തിരിക്കുക. ആളുകൾ മാത്രമല്ല, ക്യാമറയും ഉണ്ട്. ഷോ എടി മോളെ, ഇവർക്ക് ഇതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. ആധാർ കാർഡ് എടുക്കാൻ മാത്രമല്ലേ ഇവര് ക്യാമറ കാണുന്നുള്ളൂ. ഈ സിനിമ എന്താ, സിനിമ ക്യാമറ എന്താ, ഇതൊക്കെ ഇവർക്കറിയോ? അയ്യോ, ഇത്രയും കാലം ഈ വിവരം കെട്ടവരുടെ കൂട്ടത്തിൽ കിടന്നത് തന്നെ ചാകുന്നത് വരെയുള്ള അപമാനവ. നീ വണ്ടി കയറി മോളെ. അഹങ്കരിക്കണമെങ്കിൽ ഇങ്ങനെ അഹങ്കരിക്കണം. ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ട് പോലും ഈ പോയവരെ ഗതി പിടിക്കല്ലേ എന്ന് നമ്മുടെ മനസ്സ് തോന്നിയില്ലേ? അതാണ് പെരുമാറ്റത്തിന്റെ ഗുണം. പ്രായം കൂടുന്തോറും അമ്മയുടെ സ്വഭാവം ദുഷിച്ചു വരിക. ഇത് എവിടെ ചെന്ന് നിൽക്കുവോ? അവരിനി ഇങ്ങോട്ടേക്ക് വരില്ലെന്നല്ല പറഞ്ഞത്. അത്രേ ശല്യം ഒഴിവാക്കി കിട്ടും. മോളെ, ഭൂമി ഉരുണ്ടിട്ടാണ്. ഇത് ഒരുപാട് കറങ്ങൊന്നുമില്ല, തിരിച്ച് നമ്മളടുത്ത് തന്നെ വരും. ശാപമൊന്നുമല്ല, നടക്കാൻ പോകുന്ന കാര്യം സത്യമായിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ.
ഹായ് സർ, ഐ എം കാർത്തിക. ഹായ്, ഐ എം വരുൺ. ഐ എം സോറി, വഴിയിൽ വെച്ച് ഒരു കുട്ടി ആക്സിഡൻ്റ് ആയി. കുറച്ചു നേരം അവിടെ നിൽക്കേണ്ടി വന്നു. ഇറ്റ്സ് ഓക്കെ. അല്ല, ഇൻ്റർവ്യൂ ഇന്നത്തെ ദിവസം സാർ ഉൾപ്പെടെ 3 പേരാ വരേണ്ടിയിരുന്നത്. 2 പേര് വന്നു, അവരുടെ ഇന്റർവ്യൂ കഴിഞ്ഞു. അവരിപ്പോഴും വെയിറ്റിംഗിലാണ് സർ. നമുക്ക് ഇന്റർവ്യൂ റൂമിലേക്ക് പോവാം. ഓഹോ, ഞാൻ കരുതി ഇൻ്റർവ്യൂ ടോട്ടലി കഴിഞ്ഞു വന്നു. ഇല്ല, സാർ വരൂ. എക്സ്ക്യൂസ് മീ സർ. യെസ്, വരൂ. വരൂ. സർ, മിസ്റ്റർ വരുൺ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഓക്കെ സർ. ലോകത്തിലെ ഏറ്റവും വില പിടിച്ചത് എന്താണ് വരുൺ? അത് സമയമാണ് സർ. അപ്പോ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരാളെ ഈ കാലഘട്ടത്തിൽ സ്യൂട്ടാണെന്ന് പറയാൻ പറ്റുമോ? നഷ്ടപ്പെടുന്നതിനെ പറയാൻ പറ്റില്ല സർ. സമയം നഷ്ടപ്പെടാൻ എന്താണോ കാരണം അതും കൂടി റിലേറ്റഡ് ആണ് സർ. യു ആർ ലേറ്റ് ബൈ ഹാഫ് ആൻ അവർ. അരമണിക്കൂറിന്റെ വില എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ അരമണിക്കൂറിൻ്റെ വില എനിക്ക് കൃത്യമായിട്ട് അറിയാം മാഡം. റോഡിലൊരു പെൺകുട്ടി ആക്സിഡൻ്റായി വീഴുന്നതിൻ്റെയും അവളെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിൻ്റെയും അവൾക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിൻ്റെയും വില ഐ തിങ്ക് മൈ എക്സ്പ്ലനേഷൻ ഇസ് ഇനഫ്. റോഡ് ആക്സിഡന്റ് ഈസ് കോമൺ. പക്ഷേ കൃത്യനിഷ്ഠയുള്ള ഒരാൾ അതെല്ലാം മറികടന്ന് പോകേണ്ടതല്ലേ? വരാം സർ, ഈസി ആയിട്ട് വരാം. സ്വന്തം സഹജീവികളോട് കണ്ണടയ്ക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്കത് സാധിക്കില്ല. ഇനി അതിൻ്റെ പേരിൽ പുതിയ ലോകത്തിന് സ്യൂട്ട് അല്ലെങ്കിൽ ഞാൻ അതിൽ അഭിമാനിക്കുകയുള്ളൂ. ഓക്കെ മിസ്റ്റർ വരുൺ, നമുക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഷുവർ സർ.